ഏതായാലും ആഗോള ആഭ്യന്തര വിപണികളെ സംബന്ധിച്ചിട്ടുള്ള ഇൻ ഡീറ്റെയിൽ ആയിട്ടുള്ള അനാലിസിസും ഒപ്പം തന്നെ എക്സ്പെക്ടേഷൻസും നമ്മളോടൊപ്പം പങ്കുവെക്കുവാനുമായിട്ട് പതുപോലെ ഇൻ ഹൗസ് എക്സ്പെർട്ട് പ്രദീപ് ചന്ദ്രശേഖരൻ സാർ എത്തുകയാണ്. ഗുഡ് മോർണിംഗ് സാർ ആൻഡ് വെൽക്കം ടു ദി ഷോ. മോർണിംഗ് അല്ല, മോർണിംഗ് വ്യൂവേഴ്സ്. യെസ് സാർ, ഇന്നിപ്പോൾ യു എസിലേക്ക് നോക്കുകയാണെങ്കിൽ ഒഫീഷ്യലി ട്രംപ് ഒരു ട്രേഡ് വാറിന് എന്ന് തന്നെ പറയാം, ട്രേഡ് വാറിന് ആരംഭം കുറിച്ചിരിക്കുകയാണ്. നേരത്തെ പ്രഖ്യാപനങ്ങൾ, ഇലക്ഷൻ വാഗ്ദാനങ്ങൾ ഉൾപ്പെട്ടതുപോലെ തന്നെ മെക്സിക്കോയ്ക്കും കാനഡയ്ക്കും ചൈനയ്ക്കും മേൽ താരിഫ് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. വിപണിയിലേക്ക് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ യു എസ് സൂചികകൾ വെള്ളിയാഴ്ച വളരെ ശക്തമായിട്ടൊരു സെൽ ഓഫിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അമേരിക്കൻ സൂചികകളിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? അല്ല, അമേരിക്കൻ മാർക്കറ്റ് നമ്മൾ നോക്കുമ്പോഴേക്കും നവംബർ 29 ആയിരുന്നു ഡൗ ജോൺസ് ഇൻഡെക്സ് ഓൾ ടൈം ഹൈ നമുക്ക് കാണാൻ സാധിക്കും 45,071 പോയിന്റ്. വെള്ളിയാഴ്ചത്തെ ട്രേഡ് നോക്കുമ്പോൾ ഏകദേശം അതേ ലെവലിലോട്ടായിരുന്നു ഡൗ ജോൺസ് ഇൻഡെക്സ് എത്തിച്ചേർന്നത്. അതിന് ശേഷമായിരുന്നു നേരിയ ഒരു സെൽ ഓഫ് നമ്മൾ കണ്ടിരിക്കുന്നത്. ദാറ്റ്സ് നോർമൽ പ്രോഫിറ്റ് ടേക്കിംഗ്. സോ അമേരിക്കൻ വിപണിയിൽ അണ്ടർടോൺ വളരെ വളരെ ബുള്ളിഷായി തുടരുന്നു, എസ്പെഷ്യലി ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസിൽ. ഡൗ ജോൺസ് ഇൻഡെക്സിൽ ഈ ആഴ്ച നമ്മൾ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് 43,500 പോയിന്റ്. ആ ഒരു സപ്പോർട്ട് എളുപ്പത്തിന് ബ്രേക്ക് ചെയ്യാൻ സാധിക്കത്തില്ല. നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിൽ നേരെ മറിച്ച് ഒരു അല്പം അണ്ടർടോൺ വീക്ക്നെസ് ആയി തന്നെ തുടരുന്നുണ്ട്. നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു റെസിസ്റ്റൻസ് നമ്മൾ ഈ ആഴ്ച ശ്രദ്ധിച്ചിരിക്കേണ്ടത് 21,900 പോയിന്റ്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ എളുപ്പമായിരിക്കത്തില്ല. ആസ് എ സപ്പോർട്ട് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ ലെവല് 20,800 പോയിന്റ്. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറും. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ 1,500 മുതൽ 2,000 പോയിന്റിന്റെ കറക്ഷന് വേണ്ടി നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം. കമ്മോഡിറ്റി മാർക്കറ്റിലേക്ക് വരുമ്പോഴേക്കും പ്രത്യേകിച്ചും ക്രൂഡിലേക്ക് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ വളരെ ശക്തമായിട്ടൊരു മൂവ്മെൻറ്റ് നമുക്ക് WTI ക്രൂഡിൽ കാണാൻ സാധിച്ചിരുന്നു. ഏകദേശം 1.5% ഒരു മൂവ്മെൻറ്റാണ് WTI ക്രൂഡിൻ്റെ ഫ്യൂച്ചേഴ്സിൽ ഇപ്പോൾ കാണുന്നത്. പ്രത്യേകിച്ചും ഈ ഒരു താരിഫ് ഇമ്പോസ് ചെയ്തിരിക്കുന്നത് ക്രൂഡിൻ്റെ ഒരു അമേരിക്കൻ ക്രൂഡ് ഓയിലിൻ്റെ ആ ഒരു സപ്ലൈനെ നെഗറ്റീവായിട്ട് ബാധിക്കാൻ സാധ്യതയുണ്ട്. അത് മുന്നിൽ കൊണ്ട് തന്നെയാണ് പ്രൈസിനെ അത് പോസിറ്റീവായിട്ട് എഫക്റ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ബ്രെൻഡിൻ്റെ ഫ്യൂച്ചേഴ്സിലേക്ക് വരികയാണെങ്കിലും ഏകദേശം ഒരു 0.4% അപ്സൈഡ് മൂവ്മെന്റ് കാണാൻ സാധിക്കുന്നുണ്ട്. ക്രൂഡിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? അല്ല, ഞാൻ ക്രൂഡിനെ കാണുന്ന അമേരിക്കൻ ട്രംപിന്റെ ടാരിഫിന്റെ അടിസ്ഥാനത്തല്ല. നമ്മൾ WTI ക്രൂഡ് എസ്പെഷ്യലി നോക്കുമ്പോഴേക്കും നമുക്ക് ഡിസംബർ 6 $66.98 നമുക്കൊരു ക്ലിയർ ബോട്ടം കാണാൻ സാധിക്കുന്നുണ്ട്. അതിനുശേഷം ഓൾമോസ്റ്റ് ഒരു മാസം നീണ്ടു നിന്നൊരു റിക്കവറി നമുക്ക് കാണാൻ സാധിച്ചു. അതിനെ തുടർന്ന് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറിയിരുന്നു. ആൻഡ് കഴിഞ്ഞ ഒരു 15 ട്രേഡിംഗ് സെഷൻസ് നോക്കുമ്പോഴേക്കും നല്ലൊരു ഹെൽത്തി കറക്ഷൻ നടക്കുകയും ചെയ്തു. $72 നല്ലൊരു സപ്പോർട്ട് ബേസ് ഫോം ചെയ്ത് വരുന്നുണ്ട്. സോ ക്രൂഡ് ഓയിലിന്റെ കേസിൽ അറ്റ് ദിസ് സ്റ്റേജ് നമ്മൾ ഷോർട്ട് പൊസിഷൻസ് പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യുക. ഈ ആഴ്ചത്തെ ട്രേഡിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് $74.25. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ പിന്നീടുള്ള റെസിസ്റ്റൻസ് $77.50 ആയിരിക്കും. അതിനോടൊപ്പം തന്നെ ഗോൾഡിലേക്ക് കൂടി വരികയാണ്. ഗോൾഡിനെ സംബന്ധിച്ചിട്ടും വീണ്ടും ഒരു പ്രതീക്ഷിത പോലെ തന്നെ $2,800 എന്നൊരു നിലയും മറികടന്നുകൊണ്ട് ഗോൾഡ് ഇപ്പോൾ കുതിച്ചിരിക്കുകയാണ്. ഫ്യൂച്ചേഴ്സ് പരിശോധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ വളരെ ശക്തമായിട്ടൊരു ബൈയിങ് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. നിലവിൽ 2,809.59 എന്നൊരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തതിനു ശേഷം 2,777.1 എന്നൊരു നിലയിലാണ് ഗോൾഡിന്റെ ട്രേഡിംഗ് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഗോൾഡിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? സ്വർണത്തിന്റെ കേസിൽ അണ്ടർടോൺ ബുള്ളിഷായി തന്നെ തുടരുന്നു. ഒരു വീക്ക്നെസ് അറ്റ് ദ മൊമെന്റ് കാണാൻ സാധിക്കുന്നില്ല. പക്ഷെ ഇത്രയും ഹൈ ലെവൽസിൽ ഒരു പുതിയ ലോങ് പൊസിഷൻസ് എടുക്കുന്നത് വളരെ റിസ്കി ആയിരിക്കും. കൈവശം ഓൾറെഡി ഒരു ലോങ് പൊസിഷൻ ട്രേഡിങ്ങിന് വേണ്ടി നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ $2,798 നമ്മുടെ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ആഭ്യന്തര വിപണിയിലേക്ക് വരുമ്പോഴേക്കും ബഡ്ജറ്റ് തന്നെയായിരുന്നു പോയ വാരത്തിൽ ഏറ്റവും അധികം നിക്ഷേപകർ കാത്തിരുന്നൊരു പ്രധാനപ്പെട്ട ഇവന്റ് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഇനി മുന്നോട്ടേക്കും കുറച്ച് ദിവസങ്ങളിൽ ബഡ്ജറ്റ് തന്നെ ആയിരിക്കും വിപണിയെ നയിക്കുക എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ആദ്യം തന്നെ ബഡ്ജറ്റിനോടുള്ള താങ്കളുടെ ഒരു ഓവറോൾ വ്യൂ ചോദിക്കുകയാണ്. ഈ ഒരു ബഡ്ജറ്റിനെ താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ബഡ്ജറ്റിന്റെ കേസിൽ എനിക്ക് വളരെ പോസിറ്റീവ് ആയിട്ട് ഒരു ബഡ്ജറ്റ് ആയിട്ടാണ് തോന്നുന്നത്. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഏറ്റവും വലിയൊരു ഗെയിം ചേഞ്ചർ എന്ന് പറയുന്നത്
പേഴ്സണൽ ഇൻകം ടാക്സ് റേറ്റിൽ നമുക്ക് ആ എക്സംഷൻ ലിമിറ്റ് 7 ലക്ഷത്തിൽ നിന്നും 12 ലക്ഷമായി കൂട്ടിയത് തന്നെയായിരിക്കും. സോ ഇതിൽ ഞാൻ കാണുന്ന ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ഡിസ്പോസിബിൾ ഇൻകം ഒരു വ്യക്തിയുടെ കയ്യിൽ കൂടുമ്പോഴേക്കും ആ വ്യക്തി നാച്ചുറലി ഡിസ്പോസിബിൾ ഇൻകം കൂടുന്നു. നാച്ചുറലി ഓട്ടോ മേഖല, കൺസ്യൂമർ ഡ്യൂറബിൾസ്, FMCG, റിയാലിറ്റി സെക്ടർ ഇതിനൊക്കെ വളരെ പോസിറ്റീവ് ഇമ്പാക്റ്റും അതിനെ തുടർന്ന് ഒരു മൾട്ടിപ്ലയർ ഇഫക്റ്റും എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇന്ത്യൻ ഇക്കോണമിയിൽ. ഇനി അതിനോടൊപ്പം തന്നെ മറ്റൊരു പോസിറ്റീവ് ഡെവലപ്മെന്റ് ഞാൻ കാണുന്നത് സേവിങ്സ് വർദ്ധിക്കാൻ പോകുന്നുണ്ട്. അതിന്റെ ഒപ്പം തന്നെ ക്യാപിറ്റൽ ഫോർമേഷൻ, അതായത് ഇൻവെസ്റ്റ്മെന്റ്സും നടക്കാൻ പോകുന്നുണ്ട്. സോ ആസ് ഇൻവെസ്റ്റേഴ്സ് ഐ തിങ്ക് ദിസ് ഇസ് എ ഫാന്റാസ്റ്റിക് ബഡ്ജറ്റ്. ബജറ്റോടനുബന്ധിച്ച് ആഭ്യന്തര വിപണിയിലേക്ക് എത്തുമ്പോഴേക്കും കഴിഞ്ഞ ദിവസം ബജറ്റിൽ അന്ന് വീണ്ടും 23,600 എന്നൊരു ലെവൽ ടെസ്റ്റ് ചെയ്യാനായിട്ട് ഇൻഡെക്സിന് സാധിച്ചിരുന്നു. എന്നാൽ പിന്നീട് ആ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല. ക്ലോസ് ചെയ്തിരിക്കുന്നതും ഒരു ഫ്ലാറ്റ് ടു ലോ ടോണിലാണ്. നിഫ്റ്റി 50 മുന്നോട്ടേക്കുള്ള താങ്കൾ ഫോക്കസിൽ വെക്കുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? അല്ല, നമ്മൾ നിഫ്റ്റി 50 നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെപ്റ്റംബർ 27 ശേഷം തുടർച്ചയായിട്ട് നമുക്ക് സെല്ലിംഗ് പ്രഷർ കാണാൻ സാധിക്കുന്നത്. നമ്മൾ നിഫ്റ്റി 50 അടിസ്ഥാനത്തിൽ നമ്മൾ ഈ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അത്ര നല്ലൊരു ക്ലൂ ഒന്നും കിട്ടാൻ പോകുന്നില്ല. അതിന്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിഫ്റ്റി 50 പല ഹെവി വെയ്റ്റ്സ്, ബാങ്കിങ് സ്റ്റോക്സ് ആവട്ടെ, ലാർസൻ ആൻഡ് ടൂബ്രോ, ഗ്രാസിം, ടാറ്റ സ്റ്റോക്സ്, ഇതിലൊക്കെ ഒത്തിരി സെല്ലിംഗ് പ്രഷർ കാണാൻ സാധിക്കുന്നുണ്ട്. ബട്ട് അറ്റ് ദ സെയിം ടൈം നമ്മളിപ്പോൾ കഴിഞ്ഞ 10 ട്രേഡിംഗ് സെഷൻസിലെ പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ FMCG, ഓട്ടോ സെക്ടർ ഇതിലൊക്കെ ഒരു ശക്തമായിട്ടൊരു റിക്കവറി ആൻഡ് അപ്വേർഡ് മൂവ്മെന്റ് കാണാൻ സാധിക്കുന്നുണ്ട്. സോ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്ടർ സ്പെസിഫിക് ഇൻഡിസസ് സ്റ്റഡി ചെയ്യണം. അതിനോടൊപ്പം തന്നെ നമ്മൾ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള സ്ട്രാറ്റജീസ് ഫോം ചെയ്യേണ്ടിയിരിക്കുന്നു. ഇതിൽ കഴിഞ്ഞ ആഴ്ചത്തെ ട്രേഡിൽ എൻ്റെ ഏറ്റവും പോസിറ്റീവായിട്ട് ഞാൻ കാണുന്ന ഒരു ഫീച്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബുധനാഴ്ച, വ്യാഴാഴ്ച, വെള്ളിയാഴ്ച ഈ 3 ട്രേഡിംഗ് സെഷൻസിലും നമുക്ക് ഇന്ത്യ വിക്സ് ഇൻഡെക്സ് കണ്ടമാനം താഴോട്ട് വന്നിരുന്നു. സോ ഈ 19 ലെവലിൽ നിന്നും വെള്ളിയാഴ്ച 13.01 ആ ഒരു ലെവലിലോട്ടായിരുന്നു ഇന്ത്യ വിക്സ് താഴോട്ട് വന്നിരിക്കുന്നത്. ഇന്ത്യ വിക്സ് എന്താ കാണിക്കുന്നത്, അല്ലെങ്കിൽ എന്ത് മെസ്സേജ് നൽകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുട്ട് ഓപ്ഷൻസിന്റെ പൊസിഷൻസ് ക്ലോസ് ചെയ്യപ്പെടുന്നു. സോ നമ്മൾ സാധാരണ ട്രേഡേഴ്സ് ആൻഡ് ഇൻവെസ്റ്റേഴ്സ് പുട്ട് ഓപ്ഷൻസ് വാങ്ങിക്കുന്നത് നമ്മൾ മാർക്കറ്റ് ക്രാഷ് ചെയ്യുമോ എന്നുള്ളൊരു ഭയമുള്ള സമയത്താണ്. സോ വാട്ട് ഹാപ്പൻസ് ഇസ് ഇന്ത്യ വിക്സ് ഇത്രത്തോളം താഴോട്ട് വരുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന മെസ്സേജ് പുട്ട് ഓപ്ഷൻസിന്റെ പൊസിഷൻസ് ക്ലോസ് ചെയ്യപ്പെടുന്നു. വളരെ പോസിറ്റീവായിട്ടൊരു നിരീക്ഷണമായിരുന്നു. ഏതായാലും അതിനോടൊപ്പം തന്നെ നിഫ്റ്റി ബാങ്കിലേക്ക് കൂടി വരികയാണ്. ബജറ്റിൽ ബജറ്റിന് മുന്നോടിയായിട്ട് പൊതുമേഖല PSU ബാങ്ക് ഓഹരിയിൽ നമുക്കൊരു മൂവ്മെൻറ്റ് കാണാൻ സാധിച്ചിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസത്തെ ഒരു ബജറ്റ് ഡേയിൽ നോക്കുമ്പോഴേക്കും പൊതുവെ ബാങ്കിങ് സെക്ടറിൽ അത്ര കാര്യമായിട്ടൊരു മൂവ്മെൻറ്റ് കാണാൻ സാധിച്ചില്ല. കൂടുതലായിട്ടും ഒരു റേഞ്ച് ബൗണ്ട് ആയിട്ടൊരു മൂവ്മെൻറ്റ് എന്ന് തന്നെ പറയാൻ സാധിക്കും. ഈ ഒരു സെക്ടറിനെ സംബന്ധിച്ച് താങ്കളുടെ ഒരു വ്യൂ എന്താണ്? അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ ബാങ്കിങ് ഇൻഡെക്സ് നോക്കുമ്പോഴേക്കും നിഫ്റ്റി 50 തന്നെ സെപ്റ്റംബർ മാസത്തിന് ശേഷം വലിയ സെല്ലിംഗ് ആണ് നേരിട്ടിരിക്കുന്നത്. ആൻഡ് ഓൾറെഡി സെപ്റ്റംബർ മാസത്തിന് ശേഷം അണ്ടർടോൺ വളരെ ബെയറിഷ് തന്നെയായിരുന്നു. നമ്മൾ ഈ വർഷത്തിന്റെ ആരംഭം മുതൽ തന്നെ ഒരു നേരിയ റിക്കവറി കാണുന്നുണ്ട്. ബട്ട് കഴിഞ്ഞ ആഴ്ചയൊക്കെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതൊരു ട്രെൻഡ് റിവേഴ്സൽ അല്ല, ദിസ് ഇസ് ഓൺലി ഷോർട്ട് കവറിങ്. സോ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിൽ നമുക്കൊരു ട്രെൻഡ് റിവേഴ്സൽ നടക്കണമെങ്കിൽ 51,300 പോയിന്റിന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. എനിക്ക് തോന്നുന്നില്ല ഇന്നത്തെ ട്രേഡിൽ അത് നടക്കാൻ പോകുന്നുണ്ടെന്ന്. ബട്ട് ഈ ആഴ്ച തന്നെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ MPC മീറ്റിംഗ് നടക്കുന്നുണ്ട്. അതിന്റെ ഒരു എക്സ്പെക്ടേഷൻസിന്റെ അടിസ്ഥാനത്തിൽ ഒരുപക്ഷെ ഈ ആഴ്ച നമുക്ക് ബാങ്കിങ് മേഖലയിൽ ഒത്തിരി വോളറ്റിലിറ്റി എക്സ്പെക്ട് ചെയ്യാം. സർ, അതിനോടൊപ്പം തന്നെ ഇപ്പോൾ കഴിഞ്ഞ ഒരു ബജറ്റിൻ്റെ ആ ഒരു ദിവസങ്ങൾ മുതൽ താങ്കൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഡിസ്പോസിബിൾ ഇൻകത്തിൻ്റെ ഒരു വർധനവ് ഏറ്റവും അധികം പോസിറ്റീവായിട്ട് ബാധിക്കുന്ന ഒരു സെക്ടർ ഓട്ടോ ആണെന്ന്. ഓട്ടോയെ സംബന്ധിച്ചിട്ടും ഒരുപക്ഷെ മറ്റ് സെക്ടേഴ്സിനേക്കാളൊക്കെ ഒരു കുതിപ്പ് നടത്താനായിട്ട് ഓട്ടോ മേഖലയ്ക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. 1.91% നേട്ടത്തിലാണ് ഓട്ടോ ഇൻഡെക്സ് കഴിഞ്ഞ ദിവസം ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓട്ടോ ഇൻഡെക്സിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ഒപ്പം തന്നെ ഈ ഒരു സെക്ടറിൽ താങ്കളുടെ ഫോക്കസിലുള്ള പ്രധാനപ്പെട്ടിട്ടുള്ള സ്റ്റോക്സ് ഏതൊക്കെയായിരിക്കും? ഓട്ടോ ഇൻഡെക്സിന്റെ പാറ്റേൺ നോക്കുമ്പോഴേക്കും ആക്ച്വലി ഓട്ടോ ഇൻഡെക്സിന്റെ ട്രെൻഡും ബെയറിഷായി തന്നെ തുടരുക. കഴിഞ്ഞ 5 ട്രേഡിംഗ് സെഷൻസിൽ നമുക്ക് ഓട്ടോ ഇൻഡെക്സിൽ റിക്കവറി കാണാൻ സാധിച്ചിട്ടുണ്ട്. ബട്ട് അതുകൊണ്ട് നമുക്ക് ഒരു ട്രെൻഡ് റിവേഴ്സൽ സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല.
ഓട്ടോ ഇൻഡെക്സ് ഫേസ് ചെയ്യാൻ പോകുന്ന ആദ്യത്തെ മേജർ റെസിസ്റ്റൻസ് 24,000 പോയിന്റും അതിനുശേഷം 24,500 ആയിരിക്കും. 24,500 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ മാത്രമേ ഓട്ടോ ഇൻഡെക്സ് ഒരു സേഫ് സോണിലോട്ട് എത്താൻ പോകുന്നുള്ളൂ. സോ ഇന്നത്തെ ട്രേഡിൽ നമുക്ക് ലോ റിസ്കിൽ ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റിയും ഓട്ടോ മേഖലയിൽ കാണാൻ പോകുന്നില്ല. നേരെ മറിച്ച് ബജാജ് ഓട്ടോയുടെ കേസ് എടുക്കുമ്പോഴേക്കും ബജാജ് ഓട്ടോയിൽ കഴിഞ്ഞ 4 ട്രേഡിംഗ് സെഷൻസിൽ ഒത്തിരി ബൈങ് ഇൻട്രസ്റ്റ് നടന്നിട്ടുണ്ട്. ഈ ആഴ്ച നമ്മൾ പ്രോഫിറ്റ് ടേക്കിങ്ങിന് വേണ്ടി പ്രിപ്പയർഡ് ആയിരിക്കാം. അതിന്റെ ബേസിസിലായിരിക്കും ബജാജ് ഓട്ടോ, ഹീറോ മോട്ടോഴ്സ്, TVS മോട്ടോ, ഐഷ മോട്ടോ, മാരുതി മുതലായ സ്റ്റോക്സിലൊക്കെ നമുക്ക് ലോ റിസ്ക് ബൈങ് ഓപ്പർച്യൂണിറ്റി ലഭിക്കുകയോ ഇല്ലയോ എന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുക. സോ ഓട്ടോ മേഖലയിലെ ഈ സ്റ്റോക്സും അതിനോടൊപ്പം തന്നെ ഒല ഇലക്ട്രിക്, ഹ്യുണ്ടായി മുതലായ സ്റ്റോക്സ് ആയിരിക്കാം നമ്മൾ ശ്രദ്ധയിലോട്ട് കൊണ്ടുവരേണ്ടത്. സർ, ഏതായാലും അതിനോടനുബന്ധിച്ചിട്ട് ധാരാളം പ്രേക്ഷകർ ക്വസ്റ്റ്യൻസുമായി എത്തിയിട്ടുണ്ട്. ടാറ്റ മോട്ടോഴ്സുമായി ബന്ധപ്പെട്ടുള്ള ഒരു വ്യൂ കൂടിയാണ് ചോദിച്ചിരിക്കുന്നത്. ടാറ്റ മോട്ടോഴ്സിലുള്ള താങ്കളുടെ ഒരു സ്പെസിഫിക് വ്യൂ എന്താണ്? അൺഫോർച്ചുനേറ്റ്ലി ടാറ്റ മോട്ടോഴ്സിന്റെ കേസിൽ കഴിഞ്ഞ ആഴ്ച ഓട്ടോ മേഖലയിൽ നമ്മൾ റിക്കവറി കണ്ടെങ്കിൽ പോലും ആ ഒരു റിക്കവറി ടാറ്റ മോട്ടോഴ്സിന് കാഴ്ചവെക്കാൻ സാധിച്ചില്ല. അണ്ടർടോൺ വളരെ ബെയറിഷായി തന്നെ തുടരുന്നു. ടാറ്റ മോട്ടോഴ്സിന്റെ കേസിൽ നമുക്ക് കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 678 രൂപയിൽ സ്ട്രിക്റ്റ് ആയിട്ട് സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ഈ ഒരു സ്റ്റോക്കിലെ ട്രെൻഡ് റിവേഴ്സൽ നടക്കണമെങ്കിൽ ആദ്യം തന്നെ 785, അതിനുശേഷം 840, അതിനുശേഷം 920 റെസിസ്റ്റൻസ് ലെവൽസ് ബ്രേക്ക് ചെയ്യണം. അപ്പം ഹ്യൂണ്ടായിലുള്ളൊരു വ്യൂ കൂടി ചോദിച്ചിട്ടുണ്ട്. ഹ്യൂണ്ടായിൽ കഴിഞ്ഞ ദിവസം 4% ഒരു മുന്നേറ്റമായിരുന്നു രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. ഹ്യൂണ്ടായി ഓഹരികളിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ഹ്യുണ്ടായി ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ട് ഒത്തിരി നാളുകളായിട്ടില്ല. കഴിഞ്ഞ 4 ട്രേഡിംഗ് സെഷൻസിൽ നല്ലൊരു അപ്വേർഡ് മൂവ്മെന്റ് നമുക്ക് കാണാൻ സാധിച്ചു. അറ്റ് ദിസ് മൊമെന്റ് നിഫ്റ്റി ഓട്ടോ ഇൻഡെക്സിനെ പോലെ തന്നെ നമുക്കിത് ഷോർട്ട് കവറിംഗ് ആയിട്ട് വിലയിരുത്താൻ സാധിക്കത്തുള്ളൂ. ഈ ആഴ്ച പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ഏരിയ 1680 മുതൽ 1720 ഈ ഒരു റേഞ്ചിൽ സപ്പോർട്ട് കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് ഹ്യുണ്ടായിൽ നമുക്ക് ലോ റിസ്ക് ആയിട്ട് ഒരു ബൈങ് അവസരം തീർച്ചയായിട്ടും ലഭിക്കും. അതോടൊപ്പം തന്നെ താങ്കൾ ഈ ഒല ഇലക്ട്രിക്കിന്റെ കാര്യം സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഒല ഇലക്ട്രിക്കിൽ താങ്കൾ ഫോക്കസിൽ വെക്കുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? ഒല ഇലക്ട്രിക്കിന്റെ കേസിലും അണ്ടർടോൺ ബെയറിഷ് ആയി തന്നെ തുടരുന്നു. ഒല ഇലക്ട്രിക്കിന്റെ കേസിൽ ജനുവരി 28 64 രൂപ 60 പൈസയിലായിരുന്നു ഓൾ ടൈം ലോ ലെവൽ. സോ ഈ ആഴ്ച വീണ്ടും ഐ എം എക്സ്പെക്ടിങ് സം പ്രോഫിറ്റ് ടേക്കിംഗ് ഹാപ്പനിങ്. അപ്പൊ ആ പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്ന സമയത്ത് 68 അതിന്റെ തൊട്ട് മുകളിൽ 70 രൂപയുടെ സപ്പോർട്ടായിരിക്കും നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത്. ഈ സ്റ്റോക്കിലെ ട്രെൻഡ് റിവേഴ്സൽ നടക്കണമെങ്കിൽ 90 രൂപയുടെ റെസിസ്റ്റൻസ് ആയിരിക്കും നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത്. സർ, അതിനോടൊപ്പം തന്നെ ഡിഫൻസിൽ നിന്നുള്ള ചില ഓഹരികളെ സംബന്ധിച്ചിട്ടുള്ള വ്യൂ കൂടി ചോദിച്ചിട്ടുണ്ട്. അതിലാദ്യമായിട്ട് ഷിപ്പ് ബിൽഡിംഗ് ഓഹരികളുമായി ബന്ധപ്പെട്ടുള്ള ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. മെസഗോൺ ടോക്ക് കഴിഞ്ഞ ദിവസം 4.5% മുകളിലുള്ള ഇടിവിലേക്ക് പോയിരുന്നു. മെസഗോൺ ടോക്കിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? മെസഗോൺ ടോക്കിന്റെ കേസ് എടുക്കുമ്പോഴേക്കും നവംബർ മാസത്തിന് ശേഷം ഈ ഒരു സ്റ്റോക്ക് കൺസോൾട്ടേഷൻ മോഡിലോട്ട് എത്തി ഒരു സൈഡ് വേസ് പാറ്റേൺ ആണ് നമുക്ക് കാഴ്ചവെച്ചുകൊണ്ടിരുന്നത്. അറ്റ് ദിസ് മൊമെന്റ് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വേസ് ആയി തന്നെ തുടരുന്നു. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 2090 രൂപയിൽ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. ഈ ആഴ്ചത്തെ ആദ്യത്തെ 2-3 ട്രേഡിംഗ് സെഷൻസിൽ നമുക്ക് ലോ റിസ്ക് ആയിട്ട് ഒരു ബൈങ് അവസരം കിട്ടാൻ പോകുന്നില്ല. സ്റ്റോക്ക് ഒന്ന് സെറ്റിൽ ഡൗൺ ചെയ്യട്ടെ, അതിനുശേഷം ഇത് റിവ്യൂ ചെയ്യാം. അടുത്തതായിട്ട് BHELുള്ളൊരു വ്യൂ കൂടി ചോദിച്ചിട്ടുണ്ട്. ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ് കഴിഞ്ഞ ദിവസം 3.5% മുകളിലുള്ള ഒരു ഇടിവായിരുന്നു രേഖപ്പെടുത്തുന്നത്. തീർച്ചയായിട്ടും ക്യാപെക്സ് ഡിഫൻസ് മേഖലയിലേക്ക് വിപണി പ്രതീക്ഷിച്ച തരത്തിലുള്ള ഒരു ക്യാപെക്സ് എത്താത്തത് പൊതുവേ ഡിഫൻസ് ഓഹരികളിലൊക്കെ ഒരു തിരിച്ചടി ആയിട്ടുണ്ട്. ഏതായാലും BHELുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? അല്ല, അവിടെയും എനിക്ക് ഒരു കറക്ഷൻ നൽകാൻ ആഗ്രഹിക്കുന്നു. ഈ ഡിഫൻസ് മേഖലയിൽ വിചാരിച്ചത്ര ഒരു അലൊക്കേഷൻ വന്നില്ല എന്ന് പറയുന്നതിനോടൊപ്പം ഞാൻ യോജിക്കുന്നില്ല. ആക്ച്വലി നമ്മൾ ഡിഫൻസ് അലൊക്കേഷനെ കുറിച്ച് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് കഴിഞ്ഞ വർഷത്തിനെ അപേക്ഷിച്ച് ക്യാപിറ്റൽ അലൊക്കേഷൻ തന്നെ വർദ്ധിച്ചിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഒരു 8-9% എക്സ്ട്രാ അലൊക്കേഷൻ നടത്തിയിരിക്കുന്നത്. അത് ബഡ്ജറ്റിന്റെ ഫൈൻ പ്രിന്റ് വാങ്ങിച്ചതിന് ശേഷം ഐ എം ഷുവർ ദാറ്റ് ഇൻവെസ്റ്റേഴ്സ് തിരിച്ച് ഡിഫൻസ് സെക്ടറിലോട്ട് നോക്കും. ദാറ്റ് ഇസ് എ പോസിറ്റീവ് പാർട്ട്. ബട്ട് നമ്മൾ പാറ്റേൺ നോക്കുമ്പോഴേക്കും BHELന്റെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി തന്നെ തുടരുന്നു. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 180 രൂപയുടെ സപ്പോർട്ട് നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം. ട്രെൻഡ് റിവേഴ്സലിന് വേണ്ടി നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ലെവൽസ് 230,
250, അതിനുശേഷം 265. ഒപ്പം റെയിൽവേ ഓഹരികളുമായി ബന്ധപ്പെട്ട് വ്യൂ കൂടി ചോദിക്കുന്നുണ്ട്. റെയിൽവേ ഓഹരികളിലുള്ള പൊതുവേ ഉള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? പ്രത്യേകിച്ചും ബജറ്റിനോടനുബന്ധിച്ചിട്ടുള്ള താങ്കളുടെ ഒരു എക്സ്പെക്ടേഷൻ, ഇനി മുന്നോട്ടേക്കുള്ളൊരു ട്രെൻഡ് എങ്ങനെയായിരിക്കുമെന്നാണ് എക്സ്പെക്ട് ചെയ്യുന്നത്? റെയിൽവേ സ്റ്റോക്സിലും അതുപോലെ തന്നെ പബ്ലിക് സെക്ടർ സ്റ്റോക്സിലും ഒക്കെ നമ്മൾ കഴിഞ്ഞ 2 ബഡ്ജറ്റ്സിലൊക്കെ കണ്ടതുപോലെ ഒരു മേജർ ഒരു പാത്ത് ബ്രേക്കിംഗ് അനൗൺസ്മെന്റ് ഒന്നും കണ്ടിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെയായിരുന്നു നമുക്ക് ഈ സ്റ്റോക്സിലൊന്നും കാര്യമായിട്ടൊരു മൂവ്മെന്റ് ഒന്നും കാണാൻ സാധിക്കാത്തത്. എങ്കിലും നമുക്ക് റെയിൽവേ സ്റ്റോക്സിൽ കഴിഞ്ഞ 2 ആഴ്ചയിൽ ഉള്ള ട്രേഡിംഗ് പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഷോർട്ട് കവറിംഗ് ഒത്തിരി കാണാൻ സാധിക്കുന്നുണ്ട്. അറ്റ് ദ മൊമെന്റ് ആ ഒരു ഷോർട്ട് കവറിങ്ങിനെ തുടർന്ന് ഇപ്പോൾ റെയിൽ വികാസിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ പാറ്റേൺ ഇസ് സൈഡ് വേസ്. സപ്പോർട്ടായിട്ട് നമ്മൾ ഈ ആഴ്ച ശ്രദ്ധിച്ചിരിക്കേണ്ടത് 380 രൂപ, റെസിസ്റ്റൻസ് ആയിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ടത് 510 രൂപ. റെയിൽ ടെല്ലിന്റെ കേസ് എടുക്കുമ്പോഴേക്കും മേജർ റെസിസ്റ്റൻസ് 465, മേജർ സപ്പോർട്ട് 335. ഇർക്കോണിന്റെ കേസ് എടുക്കുമ്പോഴേക്കും മേജർ റെസിസ്റ്റൻസ് 245, മേജർ സപ്പോർട്ട് ഏരിയ 180 രൂപയിലും. IRCTCയുടെ കേസ് എടുക്കുകയാണെങ്കിൽ മേജർ റെസിസ്റ്റൻസ് 920, മേജർ സപ്പോർട്ട് ഏരിയ 738 രൂപയിലും. ആൻഡ് ഫൈനലി IRFCയുടെ കേസ് എടുക്കുമ്പോഴേക്കും മേജർ റെസിസ്റ്റൻസ് 170, മേജർ സപ്പോർട്ട് ഏരിയ 128 രൂപയിലാണ്. സോ ഈ പറഞ്ഞ റെസിസ്റ്റൻസ് ആൻഡ് സപ്പോർട്ട് ലെവൽസിന് ഇടയ്ക്ക് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുകയാണെങ്കിൽ ആ പാറ്റേൺ സൈഡ് വേസ് ആയി തന്നെ തുടരും. സർ, അതിനോടൊപ്പം തന്നെ റീന്യൂവബിൾ എനർജി സെഗ്മെന്റുമായി ബന്ധപ്പെട്ടുള്ള ചില ക്വസ്റ്റ്യൻസ് കൂടി എത്തിയിട്ടുണ്ടായിരുന്നു. അതിലാദ്യമായിട്ട് NTPC ഗ്രീനിലുള്ള ഒരു വ്യൂ ആണ് ഒരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത്. NTPC ഗ്രീൻ ഓഹരികൾ കഴിഞ്ഞ ദിവസം 1.5% ഒരു ഇടിവിലായിരുന്നു ട്രേഡിംഗ് അവസാനിപ്പിച്ചിരിക്കുന്നത്. NTPCയിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? NTPC ഗ്രീൻ ലിസ്റ്റ് ചെയ്തിട്ട് ഒത്തിരി നാളുകളായിട്ടില്ല. ആൻഡ് കഴിഞ്ഞ ആഴ്ചയിലായിരുന്നു ഈ സ്റ്റോക്കിൽ നമുക്കൊരു ഓൾ ടൈം ലോ ലെവല് കാണാൻ സാധിച്ചത്. കഴിഞ്ഞ 3-4 ട്രേഡിംഗ് സെഷൻസിൽ ഈ സ്റ്റോക്കിലും ഒരു നേരിയ ഷോർട്ട് കവറിംഗ് നടന്നിട്ടുണ്ട്. ബട്ട് അണ്ടർടോൺ ബെയറിഷ് ആയി തന്നെ തുടരുന്നു. ഈ ആഴ്ചത്തെ ട്രേഡിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ആദ്യത്തെ സപ്പോർട്ട് 110, അതിനുശേഷം 106. 106.3 ആ ഒരു റേഞ്ചിന്റെ അടുത്ത് നിലവിലുള്ള ഓൾ ടൈം ലോ നിൽക്കുന്നത്. സോ ലെറ്റ് us വെയിറ്റ് ആൻഡ് വാച്ച് ഈ സപ്പോർട്ട് ഹോൾഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എന്ന്. ഈ സപ്പോർട്ട്സ് ഹോൾഡ് ചെയ്യപ്പെട്ടാൽ നമുക്ക് ഈ ആഴ്ച തന്നെ ഒരു പുതിയ ബൈങ് അവസരം ലഭിക്കും. സർ, അതിനോടൊപ്പം തന്നെ മറ്റൊരു സെഗ്മെന്റ് എന്ന് പറയുന്നത് കൺസ്ട്രക്ഷൻ മേഖലയുമായി അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഓഹരികളാണ്. ഇപ്പം താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഫൈനൽ ബഡ്ജറ്റിലേക്ക് എത്തിയപ്പോഴേക്കും വീണ്ടും ഒരു അപ്ഡേഷൻ ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും ക്യാപെക്സിൽ വലിയ തോതിലൊരു വർധനവ്, കഴിഞ്ഞ തവണത്തെക്കാളും വർധനവ് വരുത്താനായിട്ട് സർക്കാർ തയ്യാറായിട്ടുണ്ട്. ഏതായാലും ആ ഒരു ബഡ്ജറ്റ് അവതരിപ്പിച്ച ദിവസത്തെ ഒരു പരിശോധിച്ച് നോക്കുമ്പോഴേക്കും ഇർക്കോൺ ഇന്റർനാഷണൽ ഏകദേശം ഒരു വലിയ തോതിലുള്ള ഒരു ഇടിവായിരുന്നു രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. 9.5% ഇടിവിലേക്കാണ് ഇർക്കോൺ ഇന്റർനാഷണൽ പോയിരിക്കുന്നത്. ഇർക്കോൺ ഇന്റർനാഷണൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? നമ്മൾ ഇർക്കോണിന്റെ നമ്മൾ ആ ബഡ്ജറ്റിന്റെ ഒരു ട്രേഡിംഗ് സെഷൻസിലെ പാറ്റേൺ അല്ല നോക്കേണ്ടത്. നമ്മൾ ഇർക്കോണിന്റെ കേസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ജനുവരി 13 ലോവസ്റ്റ് ലെവൽ 181 രൂപയായിരുന്നു. 181 രൂപയിൽ നിന്നും വെള്ളിയാഴ്ചത്തെ ഹയസ്റ്റ് ലെവൽ നോക്കുകയാണെങ്കിൽ 229 രൂപയായിരുന്നു. സോ ഈ ഒരു 229, 230 ആ ഒരു റേഞ്ച് ഇസ് എ വെരി വെരി മേജർ റെസിസ്റ്റൻസ് ഏരിയ. സോ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ഇപ്പോൾ സൂചിപ്പിച്ചത്, ഈ സ്റ്റോക്ക് 240 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാതെ നമുക്ക് ട്രെൻഡ് റിവേഴ്സൽ നടന്നുവെന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കത്തില്ല. 180 ഇസ് എ മേജർ സപ്പോർട്ട്. എനിക്ക് തോന്നുന്നില്ല ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്. സോ ഈ ആഴ്ച ആദ്യത്തെ 2-3 ട്രേഡിംഗ് സെഷൻസിൽ നമ്മൾ വെയിറ്റ് ആൻഡ് വാച്ച് ആറ്റിറ്റ്യൂഡ് തന്നെ അഡോപ്റ്റ് ചെയ്യണം. ഒപ്പം തന്നെ ഈ രംഗത്തെ ഒരു മേജർ പ്ലെയർ ആയിട്ടുള്ള L&Tയുമായി ബന്ധപ്പെട്ടൊരു വ്യൂ കൂടി ചോദിച്ചിട്ടുണ്ട്. ലാർസൻ ആൻഡ് ട്യൂബ്രോയുടെ ഓഹരികൾ കഴിഞ്ഞ ദിവസം 3%-ലധികം ഒരു ഇടിവിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല കമ്പനിയുടെ നമ്പേഴ്സ്, ഡിസംബർ ക്വാർട്ടറിലെ നമ്പേഴ്സും പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. പ്രോഫിറ്റിൻ്റെ നമ്പേഴ്സ് മിസ് ചെയ്തിരുന്നു എങ്കിൽ പോലും വളരെ ശക്തമായിട്ടൊരു ഓർഡർ ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഡിസംബർ ക്വാർട്ടറിൽ കമ്പനിക്ക് സാധിച്ചിരുന്നു. ലാർസൻ ആൻഡ് ട്യൂബ്രോയിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ഞാൻ നേരത്തെ നിഫ്റ്റി 50യുടെ വ്യൂ നൽകുന്ന സമയത്ത് L&T ആൻഡ് ഗ്രാസിമിനെ കുറിച്ച് സംസാരിച്ചിരുന്നു. സോ ആക്ച്വലി നമ്മൾ എന്തുകൊണ്ടാണ് നിഫ്റ്റി 50യിൽ ഇത്രയും ഒരു വീക്ക്നെസ് കാണാൻ സാധിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പ്രധാന റീസൺ ആക്ച്വലി ലാർസൻ ആൻഡ് ട്യൂബ്രോ.
ലാസ്റ്റ് ആൻഡ് ടൂറോ 2024 ആരംഭം, അതായത് ഓൾമോസ്റ്റ് കഴിഞ്ഞ 13 മാസങ്ങളായിട്ട് ഒരു സൈഡ് വേസ് പാറ്റേൺ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സ്റ്റോക്കിന്റെ വളരെ മേജർ ഒരു സപ്പോർട്ട് 3200, വളരെ മേജർ റെസിസ്റ്റൻസ് 3950 രൂപയിലോ കാണാൻ സാധിക്കുന്നത്. ഈ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാതെ LNTയിൽ നമുക്ക് ലോ റിസ്കിൽ ഒരു ബൈങ് അവസരവും ലഭിക്കാൻ പോകുന്നില്ല. പേഴ്സണലി എനിക്ക് LNTയിൽ ഒരു പൊസിഷനും ഇല്ല. ആൻഡ് എൻ്റെ പല സ്റ്റുഡൻസും ഈ ഒരു പൊസിഷനിൽ നിന്നും പുറത്തോട്ട് വന്ന് ക്യാഷ് ഫ്രീ അപ്പ് ചെയ്ത് വേറെ ഒത്തിരി ബുള്ളിഷ് പാറ്റേൺ കാഴ്ചവെക്കുന്ന സ്റ്റോക്സിലോട്ട് ആ പണം റീഅലൊക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സർ, അതിനോടൊപ്പം തന്നെ വലിയ തോതിലുള്ള പ്രഖ്യാപനങ്ങൾ വന്ന മറ്റൊരു മേഖല ഇൻഷുറൻസ് ആയിരുന്നു. പ്രത്യേകിച്ചും ഇൻഷുറൻസ് മേഖലയിലേക്ക് 100% FDI ആണ് ഈ ഒരു ബജറ്റിൽ ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുന്നത്, അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ തന്നെയും ഏറ്റവും അധികം LICയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ തുടക്കത്തിൽ ഡിക്ലറേഷൻ വന്ന സമയത്ത് നമുക്ക് കാര്യമായിട്ടൊരു മൂവ്മെൻറ്റ് കാണാൻ സാധിച്ചിരുന്നു എങ്കിൽ പോലും ക്ലോസ് ചെയ്തതിലേക്ക് പരിശോധിക്കുമ്പോൾ ഫ്ലാറ്റ് സ്റ്റോണിലേക്കാണ് പോയിരിക്കുന്നത്. LICയുടെ ഓഹരികൾ 0.3% നേരിയ നേട്ടത്തിലാണ് കഴിഞ്ഞ ദിവസം ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഒരുപക്ഷെ ഓഗസ്റ്റിന് ശേഷം കാര്യമായിട്ടുള്ള ഒരു അപ്സൈഡ് മൂവ്മെന്റ് ഒന്നും രേഖപ്പെടുത്താൻ സാധിക്കാത്തൊരു ഓഹരി കൂടിയാണ് LICയുടെ മുന്നോട്ടേക്കുള്ള ഒരു ഭാവിയെ താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? LICയുടെ കേസിൽ അണ്ടർടോൺ ഈസ് കണ്ടിന്യൂയിങ് ടു ബി ബെയറിഷ്. ആൻഡ് LNTയുടെ കേസ് എടുക്കുമ്പോഴേക്കും ഈ ഒരു സ്റ്റോക്ക് കഴിഞ്ഞ ജൂലൈ മാസത്തിലായിരുന്നു നമുക്ക് ഓൾ ടൈം ഹൈ നൽകിയത് 1222 രൂപയ്ക്ക് അടുത്ത്. അതിനുശേഷം വലിയൊരു സെൽ ഓഫ് ഈ സ്റ്റോക്ക് നേരിട്ടിരിക്കുന്നത്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടിട്ടിരിക്കുന്ന ഒരു സ്റ്റോക്ക് LIC, ബിക്കോസ് ഇതൊരു ലോങ് ടേം പൊട്ടൻഷ്യൽ ഉള്ള ഒരു സ്റ്റോക്കായിട്ടാണ് വിലയിരുത്തുന്നത്. ഈ സ്റ്റോക്ക് നമ്മൾ നോക്കുമ്പോഴേക്കും നമ്മൾ മറക്കാൻ പാടില്ലാത്ത ഒരു കാര്യം, ഇതിന്റെ IPO പ്രൈസിനേക്കാൾ ഓൾമോസ്റ്റ് 100-140 രൂപ താഴെ ഇപ്പോൾ ട്രേഡിംഗ് നടത്തി വന്നുകൊണ്ടിരിക്കുന്നത്. ബട്ട് നമുക്കൊരു ട്രെൻഡ് ബോട്ടം ഔട്ട് ചെയ്തു എന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല. നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു സപ്പോർട്ട് ഏരിയ 798 രൂപ. വരും ട്രേഡിംഗ് സെഷൻസിൽ ആ ഒരു സപ്പോർട്ട് നിലനിർത്താൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഈ സ്റ്റോക്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു ലോ റിസ്ക് ബൈങ് അവസരം ലഭിക്കും. റെസിസ്റ്റൻസ് ആയിട്ട് നമ്മൾ ഇനി ശ്രദ്ധിച്ചിരിക്കേണ്ട ലെവൽസ് ആദ്യത്തെ 890, അതിനുശേഷം വളരെ മേജർ റെസിസ്റ്റൻസ് 1000 രൂപയിലാണ്. 1000ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ ഈ സ്റ്റോക്കിൽ നമുക്ക് ഒരു പുതിയ ഓൾ ടൈം ഹൈ തന്നെ പ്രതീക്ഷിക്കാം. അതിനോടൊപ്പം തന്നെ വലിയ തോതിലുള്ള പ്രഖ്യാപനങ്ങൾ വന്ന മറ്റൊരു മേഖല ഫാർമയായിരുന്നു. ഫാർമയെ സംബന്ധിച്ച് ധാരാളം മരുന്നുകൾക്ക്, ജീവൻ രക്ഷാ മരുന്നുകൾക്കധികം ടാക്സ് ഒഴിവാക്കുന്ന നടപടികൾ എടുത്തിട്ടുണ്ടായിരുന്നു. ഫാർമിൽ തന്നെ ബയോകോണിൻ്റെ ഓഹരികളായിരുന്നു തിളങ്ങിയിരുന്നത്. 2% നേട്ടത്തിലാണ് ബയോകോൺ ഓഹരികൾ ശനിയാഴ്ച ട്രേഡിംഗ് അവസാനിപ്പിച്ചിരിക്കുന്നത്. ബയോകോണിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ബയോകോണിന്റെ കേസിലും നമുക്ക് കാണാൻ സാധിക്കുന്ന ബഡ്ജറ്റിന് മുൻപുള്ള 10 ട്രേഡിംഗ് സെഷൻസിൽ ഒത്തിരി സെല്ലിംഗ് പ്രഷറും നേരിട്ടിരുന്നു. ആൻഡ് ദാറ്റ് വാസ് എ ഹെൽത്തി കറക്ഷൻ. ബയോകോണിന്റെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നു. സോ ഈ കമ്പനിയുടെ ഫൈനാൻഷ്യൽസിൽ നമ്മൾ കംഫർട്ടബിൾ ആണെങ്കിൽ ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടി തീർച്ചയായിട്ടും ഈ സ്റ്റോക്കിൽ നമുക്ക് എൻട്രി ലെവൽസിന് വേണ്ടി നോക്കിയിരിക്കാം. ഇതിലെ മേജർ സപ്പോർട്ട് എനിക്ക് കാണാൻ സാധിക്കുന്നത് 346 രൂപ ആസ് എ മേജർ സപ്പോർട്ട്. റെസിസ്റ്റൻസ് ആയിട്ട് ഇത് ഫേസ് ചെയ്യാൻ പോകുന്ന ആദ്യത്തെ ലെവല് 382, അതിനുശേഷം 405. സർ, അതിനോടൊപ്പം തന്നെ മറ്റൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് ITCയുമായി ബന്ധപ്പെട്ടൊരു വ്യൂ കൂടിയാണ്. ITCയെ സംബന്ധിച്ചിട്ട് ഒരുപക്ഷെ FMCG സെഗ്മെന്റ് ആയിരുന്നു ശനിയാഴ്ച ഏറ്റവും അധികം നേട്ടം നൽകിയ ഒരു സെക്ടർ എന്ന് പറയുന്നത്. ഭൂരിഭാഗം ഓഹരികളിലും ഒരു പോസിറ്റീവ് ടോൺ നിലനിർത്തിയിട്ടുണ്ടായിരുന്നു. ITCയിലേക്ക് വരികയാണെങ്കിലും 3% മുകളിലുള്ള ഒരു നേട്ടത്തിലാണ് ITC കഴിഞ്ഞ ദിവസം ക്ലോസ് ചെയ്തിരിക്കുന്നത്. ITCയിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ITCയുടെ കേസിൽ കഴിഞ്ഞ നവംബർ മാസത്തിന് ശേഷം വലിയൊരു കൺസോൾട്ടേഷനാണ് നടന്നിരിക്കുന്നത്. ഈ സ്റ്റോക്കിന് 425 രൂപയ്ക്ക് അടുത്ത് വളരെ സ്ട്രോങ് ഒരു സപ്പോർട്ട് ബേസ് ഫോം ചെയ്തിട്ടുണ്ട്. ആൻഡ് വെള്ളിയാഴ്ചത്തെ ആ ഒരു ഷാർപ്പ് അപ്മൂവിനെ തുടർന്ന് ഒരു ബ്രേക്ക് ഔട്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ആഴ്ച നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസിലെ സപ്പോർട്ട് ലെവൽ 450, റെസിസ്റ്റൻസ് ആയിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട ലെവൽ 465. ഒപ്പം തന്നെ ഗെയിലുമായി ബന്ധപ്പെട്ടൊരു വ്യൂ കൂടി ചോദിച്ചിട്ടുണ്ട്. ഗെയിലിലുള്ള താങ്കളുടെ ഒരു ലോങ് ആൻഡ് ഷോർട്ട് ടൈം വിലയിരുത്തൽ എന്താണ്? ഗെയിലിന്റെ കേസിൽ അൺഫോർച്ചുനേറ്റ്ലി ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. കഴിഞ്ഞ ആഴ്ച ആദ്യത്തെ 4 ട്രേഡിംഗ് സെഷൻസിൽ നമുക്ക് നേരിയ റിക്കവറി കാണാൻ സാധിച്ചു. ദാറ്റ് വാസ് ഓൺലി ഷോർട്ട് കവറിംഗ്. നമുക്ക് ഈ സ്റ്റോക്കിൽ ഒരു ട്രെൻഡ് റിവേഴ്സൽ കാണാൻ സാധിക്കുകയാണെങ്കിൽ ആദ്യം തന്നെ 195, അതിനുശേഷം 215 രൂപയുടെ റെസിസ്റ്റൻസ് ലെവൽസ് ബ്രേക്ക് ചെയ്യണം.
യെസ്, താങ്ക് യു സോ മച്ച് പ്രദീപ് സാർ. ഇത്രയും സമയം ഞങ്ങളോടൊപ്പം ചിലവഴിച്ചതിന് വളരെയധികം നന്ദിയുണ്ട്. ഏതായാലും ഇന്നത്തെ ഒരു സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. മാർക്കറ്റിൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സും ഒക്കെ ആയിട്ട് വീണ്ടും കാണും. ഒപ്പം തന്നെ പ്രേക്ഷകരെ പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള ഷോസും ഒപ്പം തന്നെ സെബി രജിസ്റ്റർ അനലിസ്റ്റുമായിട്ട് ഡിസ്കഷൻസും അടക്കം ധാരാളം പ്രീമിയം ഷോസ് മൈഫിൻ ടിവിയുടെ ആപ്പ് വഴി കാണാവുന്നതാണ്. മൈഫിൻ ടിവിയുടെ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത ശേഷം മറ്റു ഷോസ് എല്ലാം തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇന്നത്തെ ഈ ഒരു ലൈവ് സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും കാണാം. അതുവരെ നന്ദി.